ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കും എതിരായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ 4 ജാഥകൾ ആരംഭിക്കുകയാണ്. ഇന്ന് കാസർഗോഡ് നിന്ന് ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജാഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നിന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വ ജാഥയും, തിരുവനന്തപുരത്ത് നിന്ന് UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ് നയിക്കുന്ന ജാഥയും ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 15-ാം തീയതി മൂവാറ്റുപുഴയിൽ നിന്ന് ശ്രീ ബെന്നി ബെഹന്നാൻ MP നയിക്കുന്ന ജാഥ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ആ ജാഥ എറണാകുളം, ഇടുക്കി ജില്ലയിലെ സ്വീകരണത്തിന് ശേഷം 16-ാം തീയതി 5 മണിക്ക് മതമൈത്രിയുടെ സംഗമ ഭൂമിയായ എരുമേലിയിൽ എത്തുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ കവാടമായ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്ന എരുമേലിയുടെ മണ്ണിലേക്ക് ഈ വിശ്വാസ സംരക്ഷണ ജാഥ കടന്നു വരുന്നതിന് വലിയ മാനങ്ങളുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കവർച്ചയും കൊള്ളയും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ശബരിമലയിൽ വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ കയറ്റാൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിന്റെ മതേതര സമൂഹം പരാജയപ്പെടുത്തിയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം ആ പാപത്തിന്റെ കറ മായ്ച്ചു കളയാൻ വേണ്ടി പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുകയും അത് വിശ്വാസികൾ ബഹിഷ്കരിക്കുകയും ചെയ്തത് കേരളം കണ്ടതാണ്. അതിനുശേഷമാണ് കേരള ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി പരിപാലനമായി ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോവുകയും അത് തിരികെ എത്താതിരിക്കുകയും ചെയ്ത അതീവ ഗുരുതരമായ ഒരു സാഹചര്യം അത് നിരന്തരമായി ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആവർത്തിക്കപ്പെട്ട കേരളത്തിൽ 2 ടീമുകളായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു. ശബരിമലയുടെ നിയന്ത്രണാധികാരമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 2019 മുതൽ അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം CPM-നാണ്. ഈ 2 അധികാര കേന്ദ്രങ്ങളുടെയും നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമുള്ള ശബരിമല സന്നിധാനത്തിൽ നിന്നാണ് ഇത്ര വിലപിടിച്ച സ്വർണങ്ങൾ നഷ്ടപ്പെടുകയും അത് തിരികെ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകനെയാണ് ശബരിമലയിലെ പരിപാവനമായ രുദ്രാക്ഷമാല അടക്കമുള്ള ശബരിമല സന്നിധാനത്തിൽ നിൽക്കുന്ന ഏറ്റവും വിലപ്പെട്ട
വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മോശം പോവുകയും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ തിരിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരായുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ സമര പരമ്പരയുടെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത വിശ്വാസ സംഗമം സംഘടിപ്പിച്ചത്. ഈ 4 ജാഥകളും ശ്രീ ബെന്നി ബെഹന്നാൻ MP നയിക്കുന്ന 16-ാം തീയതി വൈകുന്നേരം എരുമേലിൽ എത്തുന്ന സമാപിക്കുന്ന ഈ ജാഥ ഉൾപ്പെടെയുള്ള മുഴുവൻ ജാഥകളും 17-ാം തീയതി ചെങ്ങന്നൂര് സമാപിക്കുകയാണ്. 18-ാം തീയതി ചെങ്ങന്നൂരിൽ നിന്ന് അയ്യപ്പൻ വളർന്ന പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പന്തളത്തിന്റെ മണ്ണിലേക്ക് ഐക്യ ജനാധിപത്യത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ ജാഥയും ആ സംഗമവും നടക്കുകയാണ്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജാഥ 16-ാം തീയതി 5 മണിക്കാണ് എരുമേലി പേട്ടക്കവയിൽ എത്തിച്ചത്. പേട്ടക്കവയിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റേജും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്തത്. ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ VT ബൽറാം, ശ്രീ വിഷ്ണുനാഥ് അടക്കമുള്ള KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെല്ലാം ഈ ചടങ്ങിലേക്ക് എത്തുകയാണ്. എരുമേലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും അതിൻ്റെ ഭാരവാഹികളുമെല്ലാം ഇതിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാഥ ഇവിടെ എത്തിച്ചേരുമ്പോൾ ശ്രീ ബെന്നി ബെഹനാനെ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ സ്വീകരിച്ചുകൊണ്ടാണ് പേട്ടക്കലിൽ എത്തിച്ചേരുന്നത്. ഈ സമാപന സമ്മേളനം പ്രിയപ്പെട്ട KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വിഷ്ണുനാഥാണ് ഉദ്ഘാടനം ചെയ്തത്.